ഫാദർ ജോസഫ് പുളിക്കലാണ് നമ്മുടെ ജോർജ് തേനാടിക്കുളം. ഇദ്ദേഹം വേലൂരുള്ള വിശ്വസഭയുടെ ഒരു സാംസ്കാരിക പഠന ഈ ലയോള സ്കൂള് ലയോള കോളേജിലൊക്കെ ഉള്ളത് വളരെ വലിയ ഒരു ബാലിക എന്താണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു എക്സലൻസിൻ്റെ കേന്ദ്രങ്ങളായി കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ആദ്യത്തെ മാനവ സേവാ പുരസ്കാരം നൽകപ്പെടുന്നത് മറ്റാർക്കുമല്ല ശ്രീ പങ്കജാക്ഷനാണ് എന്നുള്ളത് ശാന്തിഗ്രാം ഡയറക്ടർക്കാണ് ഈ പ്രഥമ ശ്രേഷ്ഠ മാനവ പുരസ്കാരം നൽകുന്നത് എന്നത് ഈ പുരസ്കാരത്തിന് തന്നെ ഒരു തിളക്കം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഒരു സമൂഹം ഏറ്റെടുത്ത് ചെയ്യേണ്ട അനേകം പ്രവർത്തനങ്ങളെ സമൂഹം മറന്നാലും ഞാനിതൊന്നും മറക്കുന്നില്ല, ഞങ്ങളിതൊന്നും മറക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുമായിട്ടിണങ്ങിയ കൃഷി, നാട്ടറിവുകൾ, വൈദ്യശാസ്ത്രം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, നാടൻ പശുക്കളുടെ പരിപാലനം, നാടൻ കൃഷി തുടങ്ങി നമ്മുടെ നാട്ടിൽ നിലവിലിരുന്ന ഒരു വൈജ്ഞാനിക വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക വ്യവസ്ഥയെ എങ്ങനെ പരിപാലിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഈ ശാന്തിഗ്രാമിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹം ആഗ്രഹിക്കുന്ന മൂല്യങ്ങളല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങൾ. ഇവിടെ അഴിമതി അവകാശമായി മാറുന്ന ഒരു സമൂഹത്തിൽ കൊള്ളരുതായ്മകളൊക്കെ എൻ്റെ അവകാശമാണ് എന്നൊക്കെ ആളുകൾ ധരിച്ചു തുടങ്ങുന്ന ഒരു സമൂഹത്തിൽ കള്ളം പറയുക എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുന്ന ചില വലിയ രാഷ്ട്രത്തലവന്മാരുടെ കാലത്തിൽ, ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ആരെ പറ്റിയാണ് അമേരിക്കൻ നിയമം എനിക്ക് ബാധകമല്ല. അതുകൊണ്ട് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നതാണ് യു ക്യാൻ പ്രസന്റ് എനി ലൈ ആസ് ട്രൂത്ത്. എന്നിട്ട് എനിക്ക് അധികാരമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചുള്ളതെന്ന് പറയുന്നതാണ് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതാണ് പ്രത്യേകത. എന്നിട്ട് ഞാൻ നാളെ മാറ്റി പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതാണ് അത് ഞാൻ മാറ്റി പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഒരു അഭിപ്രായ സ്ഥിരത ഒക്കെ വേണ്ട. അതിന് എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടമാണ് പങ്കജാക്ഷനെ പോലൊരു നിർമ്മല മനസ്കൻ ഈ ലാളിത്യത്തിൻ്റെയും പാരിസ്ഥിതിക മൂല്യങ്ങളുടെയും എല്ലാം വക്താവായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. നന്മ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, സത്യം തമസ്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ലാളിത്യം എന്ന് പറയുന്നത് അനാവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഉപഭോഗ സംസ്കാരം എന്നത് എൻ്റെ അവകാശമാണ് എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ, എൻ്റെ ഉപഭോഗ സംസ്കാരത്തിന് പ്രകൃതി കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് എന്നും ഞാൻ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ എൻ്റെ മക്കൾക്കും എൻ്റെ പിന്നാലെ വരുന്ന തലമുറയ്ക്കും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ഈ ശാന്തിഗ്രാമത്തിനും പങ്കജാക്ഷനും ഈ ഈശോസഭയുടെ അല്ലെങ്കിൽ ഇഗ്നസിൻ്റെ പേരിലുള്ള ഈ വിശിഷ്ടമായിട്ടുള്ള ഈ പുരസ്കാരം കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരു തിരുത്തൽ ശക്തിയായി തെറ്റായ വഴിയിലൂടെ നടക്കുന്ന ആളുകളിലേക്ക് നന്മയുടെ പ്രകാശം പ്രസരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതുതന്നെയാണ് ഈ പുരസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിത്താരയിൽ ഒരുപാട് പൂക്കൾ വിരിയട്ടെ, ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ സാമൂഹിക പരിവർത്തനത്തിനായി സജീവിതം സമർപ്പിച്ച് കഴിഞ്ഞ 40 ഇന്ന് ഈ ജസ്യൂട്ട് സഭ ഇഗ്നിസ് വഴി പങ്കജാക്ഷ തെരഞ്ഞെടുത്ത് വളരെ അതിയായ സന്തോഷം എനിക്കുണ്ട്. കാര്യം ഞാൻ പിൽക്കാലത്ത് ജസ്യൂട്ട് സഭയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇഗ്നേഷ്യസ് ലോയോള അദ്ദേഹം പറഞ്ഞത് ലെറ്റ് us find God in everything എന്നാണ്. ആൻഡ് ലെറ്റ് us prepare people, men to work for others. അതായത് മാനവസേവ ആണ് മാധവസേവ എന്ന് വിവേകാനന്ദ പറഞ്ഞ അതേ തത്വം 450 കൊല്ലം മുമ്പേ പറഞ്ഞ ഒരു സഭയുടെ ആളുകളാണ് ഇന്നിവിടെ കൂടിയിരുന്ന് ഈ പുരസ്കാര ഇടപാട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സമയം ചുരുക്കി വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. എന്നെ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇരുമ്പോൾ മാഡത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പങ്കജാക്ഷന് ശാന്തിഗ്രാമിനും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഇഗ്നിസിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും ഇതൊരു നല്ല അവാർഡ് പുരസ്കാരം വാങ്ങിക്കാനുള്ള ആളുടെ കണ്ടെത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഒരു സാമൂഹിക പ്രവർത്തനത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്ന, വളരെ ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിന് നേതൃത്വം നൽകുന്ന ഒരു സാമൂഹിക പ്രവർത്തകനുമാണ് ശ്രീ പങ്കജാക്ഷൻ എന്നതാണ്. ഞാനതിന് പൂർണ്ണമായും യോജിക്കുകയാണ്. നമുക്ക് ഈ സാമൂഹ്യ പ്രവർത്തനം, ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായി മാറിയിട്ട് നമ്മുടെ രാജ്യത്ത് വളരെ വർഷങ്ങളായിട്ടില്ല. എനിക്ക് തോന്നുന്നു പരമാവധി ഒരു 50 വർഷം, 50 വർഷത്തിന് ഇപ്പുറമാണ് ഒരു പ്രൊഫഷനായിട്ട് മാറിയിട്ടുള്ളത്. ശാന്തിഗ്രാം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഭക്ഷണം ശരിയാണെങ്കിൽ ഔഷധത്തിൻ്റെ ആവശ്യം ഇല്ല, ഭക്ഷണം ശരിയല്ലെങ്കിൽ ഔഷധം കൊണ്ട് പ്രയോജനവുമില്ല. ഇത് നേരത്തെ തന്നെ ആയുർവേദത്തിലും മറ്റു പലരും പല ഭാഷയിൽ പറഞ്ഞ ഒരു വെർഷൻ്റെ ഡോക്ടർ ഖാദർ വാലി അവസാനമായിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം ശാന്തിഗ്രാമിൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. വേറൊന്നുമില്ല, രാവിലെ 5 മണി മുതൽ രാത്രി 7 മണി വരെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ വിദ്യകളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് ഒരു പരിപാടിയാണ്. ജനുവരി 1 മുതൽ ഞങ്ങൾ റെഡിയാണ്. ഒരു മിനിമം 14 പേരെങ്കിലും ഉണ്ടെങ്കിൽ മൊത്തം കാര്യങ്ങൾ ഇത്തരം ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഉള്ളവർക്കുള്ളത് തരാം, ഇല്ലാത്തവർക്കും വരാം, അങ്ങനെയുള്ളൊരു രീതിയാണ്. AI കോഴ്സ് ഉൾപ്പെടെ AIയിലെ 3 തരം ഫീസാണ്. ഒന്ന് 4000 രൂപയാണ് 2 മാസത്തെ കോഴ്സിൻ്റെ ഫീസ്. അതിൽ ഒന്നാമത്തെ ആളുകൾ തന്ന് സഹായിക്കുന്നവരുണ്ട്, രണ്ടാമത് കയ്യിലുള്ളത് തന്ന് പഠിക്കാം, മൂന്നാമത്തത് പൈസ ഇല്ലെങ്കിലും ശാന്തിഗ്രാമിൻ്റെ കോഴ്സിൽ പഠിക്കാമെന്നുള്ളതാണ്. സൗജന്യമായിട്ട് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്നെ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ വളർന്നതുമെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലയോളയും പല വ്യക്തികളും പല സംഘടനകളും ഞങ്ങൾക്ക് ഒന്നും വാങ്ങാതെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതെന്നും ഞങ്ങളുടെ മുന്നിലുണ്ടാവും. പണമില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ, പണത്തിന് അതിൻ്റേതായ വിലയുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ദാരിദ്ര്യമാണ് ഏറ്റവും മനോഹരവും സുന്ദരവും എന്ന് കരുതുന്നു. അതിലൊരു ഭംഗിയുണ്ട്. ഒരിക്കലും സമ്പന്നനാകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്വന്തമായിട്ട് 1 രൂപ പോലും ഫിക്സഡ് ഡെപ്പോസിറ്റോ മറ്റൊന്നുമില്ല. ഉള്ളതും ഒരു ശൂന്യതയിൽ നിന്നാണ് ശാന്തിഗ്രാം ഉണ്ടായത്. ഇന്ന് ഏകദേശം ഒരു 91 സെൻറ്റ് വസ്തുവും അത്യാവശ്യം ഒരു കെട്ടിടവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടല്ല, അത് പക്ഷെ കവർ ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരുന്നു എന്നുള്ളതാണ്. തരാതിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ പൈസ ഇല്ലാതെ പരിപാടി എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. മിക്കവാറും പരിപാടികൾ, ഏറ്റവും അധികം പരിപാടികൾ നിങ്ങൾ നടത്തുന്നത് പൈസ ഇല്ലാതെയാണ്. വരുന്നവർ തരികയോ ആരെങ്കിലും സഹായിക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നന്ദി, നമസ്കാരം. ഈ ഇഗ്നസിന്, പ്രത്യേകിച്ച് ആന്റണി അച്ഛന്, ഈ ഞങ്ങളെ ശാന്തിഗ്രാമിന് കിട്ടിയ അംഗീകാരമായി എൻ്റെ ഗുരുനാഥന്മാർക്കും മറ്റുള്ള ആളുകൾക്കും ഇത് സമർപ്പിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു ആളെന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.